Seventh question. In the picture below, a triangle is drawn joining the ends of the diameter of a circle and another point on the semicircle, and then semicircles on the other sides of the triangle as diameters. Prove that the sum of the areas of the blue and red crescents in the second picture is equal to the area of the triangle. Hint: see the last problem of the lesson, parts of circles of class 9 textbook. ഒരു അർദ്ധവൃത്തത്തിലെ ഒരു ബിന്ദുവും വ്യാസത്തിന്റെ രണ്ടറ്റങ്ങളും ചേർത്ത് ഒരു ത്രികോണം വരച്ചു. തുടർന്ന് ത്രികോണത്തിന്റെ മറ്റു രണ്ട് വശങ്ങൾ വ്യാസമായി അർദ്ധവൃത്തങ്ങളും വരച്ചിട്ടുണ്ട്. രണ്ടാം ചിത്രത്തിലെ നീലയും ചുവപ്പുമായ ചന്ദ്രക്കലകളുടെ പരപ്പളവുകൾ കൂട്ടിയാൽ ത്രികോണത്തിന്റെ പരപ്പളവ് കിട്ടുമെന്ന് തെളിയിക്കുക. സൂചന: 9ാം ക്ലാസ്സിലെ വൃത്തഭാഗങ്ങൾ എന്ന പാഠത്തിലെ അവസാനത്തെ ചോദ്യം ഓർക്കുക. നമുക്ക് ചോദ്യം ശരിക്കൊന്ന് മനസ്സിലാക്കാം. ഒരു അർദ്ധവൃത്തത്തിലെ ഒരു ബിന്ദുവും അർദ്ധവൃത്തത്തിന്റെ വ്യാസത്തിന്റെ രണ്ടറ്റങ്ങളും കൂടി യോജിപ്പിച്ച് ഒരു ത്രികോണം വരച്ചിരിക്കുന്നു. നമുക്ക് പറയാൻ സൗകര്യത്തിനായി നമുക്കിതിന് പേര് കൊടുക്കാം. AB ആണ് വ്യാസം, C ആണ് വൃത്തത്തിലെ ഒരു ബിന്ദു. വ്യാസത്തിന്റെ രണ്ട് അഗ്രങ്ങളായ എയും ബിയും വൃത്തത്തിലെ ഒരു ബിന്ദുവായ സിയുമായി യോജിപ്പിച്ച് ഒരു ത്രികോണം വരച്ചിരിക്കുന്നു. ത്രികോണം ABC. AB വ്യാസമായിട്ടുള്ള അർദ്ധവൃത്തമാണ് ഈ ഒരു അർദ്ധവൃത്തം എന്നുള്ളത്. ഇനി ആ ത്രികോണത്തിന്റെ മറ്റ് രണ്ട് വശങ്ങളും കൂടി വ്യാസമായി അർദ്ധവൃത്തങ്ങൾ വരച്ചിരിക്കുകയാണ്. AC വ്യാസമായിട്ടുള്ള അർദ്ധവൃത്തമാണ് ഈ ഒരു അർദ്ധവൃത്തം. അതേപോലെ BC വ്യാസമായിട്ടുള്ള ഒരു അർദ്ധവൃത്തം കൂടി വരച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങളും വ്യാസമായിട്ടുള്ള അർദ്ധവൃത്തങ്ങൾ ഇവിടെ വരച്ചിട്ടുണ്ട്. AB വ്യാസമായിട്ടുള്ള അർദ്ധവൃത്തമാണ് ഈ ഒരു അർദ്ധവൃത്തം എന്നുള്ളത്. AC വ്യാസമായിട്ടുള്ള അർദ്ധവൃത്തമാണിത്. BC വ്യാസമായിട്ടുള്ള അർദ്ധവൃത്തമാണ് ഈ ഒരു അർദ്ധവൃത്തം. ഈ ഒരു അർദ്ധവൃത്തത്തിന്റെ വ്യാസം അഗ്രബിന്ദുക്കളായാണ് ഈ ത്രികോണം വരച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ACB എന്നുള്ളത് അർദ്ധവൃത്തത്തിലെ ഒരു കോണാണ്. അതുകൊണ്ട് ഈ കോൺ 90 ഡിഗ്രിയാണ്. ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ഈ ത്രികോണം ABC എന്നുള്ളത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്, ഒരു മട്ടത്രികോണമാണ്. ഇനി 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള വൃത്തഭാഗങ്ങൾ എന്ന പാഠത്തിലെ അവസാനത്തെ ചോദ്യം ഓർക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ ഇങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്: ഒരു മട്ടത്രികോണത്തിന്റെ ലംബവശങ്ങൾ വ്യാസങ്ങളായിട്ടുള്ള അർദ്ധവൃത്തങ്ങളുടെ പരപ്പളവ് ഏരിയാസിന്റെ സമ്മ് എന്നുള്ളത് അതിന്റെ ഹൈപ്പോട്ടന്യൂസ് കർണം വ്യാസമായ അർദ്ധവൃത്തത്തിന്റെ പരപ്പളവിന് ഏരിയയ്ക്ക് തുല്യമാണ് എന്നുള്ളതാണ്. അപ്പൊ AC വ്യാസമായ ഈ ഒരു അർദ്ധവൃത്തവും BC വ്യാസമായ ഈ ഒരു അർദ്ധവൃത്തങ്ങളുടെ പരപ്പളവിന്റെ ഏരിയാസിന്റെ സമ്മാണ് അതിന്റെ ഹൈപ്പോട്ടന്യൂസ് കർണം വ്യാസമായ ഈ ഒരു അർദ്ധവൃത്തം. 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് ഈ മട്ടത്രികോണത്തിന്റെ ലംബവശങ്ങൾ, അതായത് AC വ്യാസമായ ഈ അർദ്ധവൃത്തത്തിന്റെയും BC വ്യാസമായ ഈ അർദ്ധവൃത്തത്തിന്റെയും പരപ്പളവുകളുടെ തുക സം ഓഫ് ദ ഏരിയാസ് ഈ ഹൈപ്പോട്ടന്യൂസ് കർണം വ്യാസമായ ഈ അർദ്ധവൃത്തത്തിന്റെ ഏരിയയോട് തുല്യമാണ്, പരപ്പളവിനോട് തുല്യമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതേ ആശയം തന്നെയാണ് ഇവിടെ, പക്ഷെ കുറച്ച് വ്യത്യാസമായിട്ട് വരച്ചിട്ടുള്ളത്. ഈ AB വ്യാസമായ അർദ്ധവൃത്തം ത്രികോണത്തിന്റെ പുറത്തേക്ക് വരയ്ക്കുന്നതിന് പകരം ഈ പുറത്തേക്ക് വരച്ചു എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം. ഇത് രണ്ട് അർദ്ധവൃത്തങ്ങളും ഒരു സെയിം സർക്കിളിന്റെ അർദ്ധവൃത്തങ്ങളാണ്, സെമി സർക്കിളുകളാണ്. അതുകൊണ്ട് ഏരിയ തുല്യമാണ്. ഇപ്പോൾ 9ാം ക്ലാസ്സിൽ ആ പ്രോബ്ലം ചെയ്തതുകൊണ്ട് നമുക്ക് പറയാം AC വ്യാസമായ ഈ അർദ്ധവൃത്തത്തിന്റെയും BC വ്യാസമായ ഈ അർദ്ധവൃത്തത്തിന്റെയും പരപ്പളവുകളുടെ തുകയാണ് ഈ AB വ്യാസമായ ഈ അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ്, ഏരിയ എന്ന് നമുക്ക് പറയാം. പക്ഷെ അത് നമ്മളൊരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. 5 മാർക്കിന്റെ ചോദ്യമാവുമ്പോൾ അത് നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കുന്നതാണ് നല്ലത്. ത്രികോണം ABC എന്നുള്ളത് ഒരു മട്ടത്രികോണമാണ്, ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. അപ്പൊ പൈത്തഗോറസ് തിയറം കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അപ്പൊ കർണം എന്നുള്ളത് ഹൈപ്പോട്ടന്യൂസ് എന്നുള്ളത് AB ആണ്. AB സ്ക്വയർ ഈക്വൽസ് AC സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. ഇത് പൈത്തഗോറസ് തിയറാണ്. ഇനി മട്ടത്രികോണത്തിന്റെ ഓരോ വശവും വ്യാസമായി വരച്ചിട്ടുള്ള അർദ്ധവൃത്തങ്ങളുടെ പരപ്പളവുകൾ ഏരിയ തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ നോക്കുന്നത്. ഒരു വൃത്തത്തിന്റെ പരപ്പളവ് ഏരിയ ഓഫ് എ സർക്കിൾ πr സ്ക്വയർ ആണെന്നറിയാം. നമുക്കിവിടെ അർദ്ധവൃത്തമാണ് വേണ്ടത്, സെമി സർക്കിൾ ആണ് വേണ്ടത്. അതുകൊണ്ട് ഈ πr സ്ക്വയറിന്റെ പകുതി ഹാഫ് πr സ്ക്വയർ ആണ് ഒരു അർദ്ധവൃത്തത്തിന്റെ സെമി സർക്കിളിന്റെ ഏരിയ, പരപ്പളവ് എന്നുള്ളത്. ഇനി ഓരോ അർദ്ധവൃത്തങ്ങളുടെ ഏരിയ നോക്കാം. ആദ്യം AC വ്യാസമായിട്ടുള്ള ഈ ഒരു അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ് πr സ്ക്വയർ ആണ് ഒരു വൃത്തത്തിന്റെ പരപ്പളവ്. അതിന്റെ പകുതിയായ ഹാഫ് πr സ്ക്വയർ സമം ഹാഫ് പൈ ഇൻറ്റു AC ആണ് ഡയാമീറ്റർ. അതുകൊണ്ട് അതിന്റെ റേഡിയസ് ആരം എന്നുള്ളത് AC യുടെ പകുതിയാണ്. അപ്പോൾ AC യുടെ പകുതി
പകുതിയാണ് ആർ എന്നുള്ളത്. അപ്പോൾ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ AC/2 ഹോൾ സ്ക്വയർ സമം 1/2 പൈ ഇൻറ്റു ഈ സ്ക്വയർ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും അംശത്തിനും ഛേദത്തിനുമായി കൊടുക്കുമ്പോൾ AC സ്ക്വയർ 2ന്റെ സ്ക്വയർ 4 സമം ഇവിടെ ഛേദത്തിൽ 2ഉം 4ഉം ഉണ്ട്, അത് ഒരുമിച്ച് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, ഗുണിക്കാം. അപ്പോൾ 1/2 × 4 എന്നുള്ളത് 8 പൈ AC സ്ക്വയർ. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ. ഇതാണ് AC വ്യാസമായ ഈ അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ് ഏരിയ. ഇനി BC വ്യാസമായ അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ് ഇതേപോലെ തന്നെ കാണാം. ഏരിയ ഹാഫ് പൈ ഇൻറ്റു ഇവിടെ BC ആണ് ഡയാമീറ്റർ വ്യാസം, അതിന്റെ പകുതിയാണ് ആരം റേഡിയസ്. അപ്പോൾ BCയുടെ പകുതി BC/2. ഇനി ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഹോൾ സ്ക്വയർ സമം നേരത്തെ ചെയ്ത പോലെ തന്നെ പൈ ഇൻറ്റു ഈ സ്ക്വയർ അംശത്തിനും ഛേദത്തിനുമായിട്ട് കൊടുക്കുമ്പോൾ BC സ്ക്വയർ ബൈ 2 സ്ക്വയർ എന്നുള്ളത് 4 സമം ഇവിടെയും ഡിനോമിനേറ്ററിൽ ഛേദത്തിൽ 2ഉം 4ഉം ഉണ്ട്, അത് തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 4 8. അപ്പോൾ 1/8 ഇൻറ്റു പൈ ഇൻറ്റു BC സ്ക്വയർ. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി കർണം AB ഹൈപ്പോട്ടന്യൂസ് വ്യാസമായ അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ് ഏരിയ എന്നുള്ളത് 1/2 പൈ ഇൻറ്റു ഡയാമീറ്റർ വ്യാസം AB എന്നുള്ളതിന്റെ പകുതിയാണ് അതിന്റെ റേഡിയസ് ആരം. അപ്പോൾ ആർ സ്ക്വയർ എന്ന് പറയുന്നത് ഇതിന്റെ ഹോൾ സ്ക്വയർ ഈക്വൽസ് 1/2 ഇൻറ്റു പൈ ഇൻറ്റു AB സ്ക്വയർ 4. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ 2ഉം 4ഉം തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ അത് ഛേദത്തിലാണ്, ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ 2 × 4 8 പൈ ഇൻറ്റു AB സ്ക്വയർ. അപ്പോൾ 3 അർദ്ധവൃത്തങ്ങളുടെയും ഏരിയ പരപ്പളവ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ചെറിയ അർദ്ധവൃത്തങ്ങളുടെ പരപ്പളവുകൾ തമ്മിൽ കൂട്ടാം നമുക്ക്. ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും തമ്മിൽ കൂട്ടുമ്പോൾ 1/8 പൈ AC സ്ക്വയർ പ്ലസ് 1/8 പൈ BC സ്ക്വയർ ഈക്വൽസ് ഇതിൽ 1/8 എന്നുള്ളതും പൈ എന്നുള്ളതും കോമൺ ആണ്, രണ്ടിലും പൊതുവായിട്ടുള്ളതാണ്. അപ്പോൾ പൊതു ഘടകം നമുക്ക് പുറത്തേക്ക് എടുത്താൽ 1/8 പൈ, പിന്നെ ബാക്കിയുള്ളത് AC സ്ക്വയർ പ്ലസ് ഇതിൽ ബാക്കിയുള്ളത് BC സ്ക്വയർ സമം AC സ്ക്വയർ പ്ലസ് BC സ്ക്വയർ പൈത്തഗോറസ് തിയറം അനുസരിച്ച് അത് AB സ്ക്വയർ ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ 1/8 പൈ ഇൻറ്റു AC സ്ക്വയർ പ്ലസ് BC സ്ക്വയറിന്റെ സ്ഥാനത്ത് നമുക്ക് എന്തെഴുതാം? AC സ്ക്വയർ പ്ലസ് BC സ്ക്വയറിന്റെ സ്ഥാനത്ത് നമുക്ക് AB സ്ക്വയർ എന്ന് എഴുതാം. കാരണം പൈത്തഗോറസ് തിയറം അനുസരിച്ച് ഈ 2 ലംബവശങ്ങളുടെ വർഗ്ഗങ്ങളുടെ തുക കർണത്തിന്റെ വർഗ്ഗമാണ്. ഇപ്പൊ നമുക്ക് ഈ 2 ചെറിയ അർദ്ധവൃത്തങ്ങളുടെ പരപ്പളവുകളുടെ തുക വലിയ അർദ്ധവൃത്തത്തിന്റെ പരപ്പളവാണ് എന്ന് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് AC വ്യാസമായ അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ് പ്ലസ് BC വ്യാസമായ അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ് സമം AB വ്യാസമായ അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ് എന്നാണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തിരിക്കുന്നത്, തെളിയിച്ചിരിക്കുന്നത്. അപ്പോൾ AC BC എന്നുള്ളത് ആ മട്ടത്രികോണത്തിന്റെ ലംബവശങ്ങളാണ്. വ്യാസമായ അർദ്ധവൃത്തങ്ങളുടെ തുക എന്നുള്ളത് അതിന്റെ കർണം ഹൈപ്പോട്ടന്യൂസ് വ്യാസമായ അർദ്ധവൃത്തത്തിന്റെ പരപ്പളവിന് തുല്യമാണ് എന്നാണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തിട്ടുള്ളത്, തെളിയിച്ചിട്ടുള്ളത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ കർണം വ്യാസമായി ഇങ്ങോട്ട് വരച്ച അർദ്ധവൃത്തം നമ്മൾ ഇപ്പുറത്തേക്കാണ് വരച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ വരച്ചപ്പോൾ ഈ 2 ചെറിയ അർദ്ധവൃത്തങ്ങളെ ഇത് കട്ട് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം എന്നുള്ളത് AC വ്യാസമായ അർദ്ധവൃത്തത്തിന്റെയും AB വ്യാസമായ അർദ്ധവൃത്തത്തിന്റെയും പൊതുവായ ഭാഗമാണ്. അതേപോലെ ഈ ഒരു ഭാഗം എന്നുള്ളത് BC വ്യാസമായ അർദ്ധവൃത്തത്തിലും AB വ്യാസമായ അർദ്ധവൃത്തത്തിലും പൊതുവായിട്ടുള്ളതാണ്. ഈ അർദ്ധവൃത്തത്തിൽ നിന്ന് ഇത്രയും ഭാഗം മുറിച്ച് കളഞ്ഞാൽ അല്ലെങ്കിൽ മൈനസ് ചെയ്താൽ കിട്ടുന്നത് ഒരു ചന്ദ്രക്കല ആകൃതിയിലാണ്. അതേപോലെ ഇവിടെയും ഈ ഒരു ഭാഗം മുറിച്ച് കളഞ്ഞാൽ മൈനസ് ചെയ്താൽ കിട്ടുന്നത് ഒരു ചന്ദ്രക്കല ഭാഗമാണ്. ഈ 2 ചന്ദ്രക്കലകളുടെയും പരപ്പളവുകളുടെ തുക, ഈ ക്രസൻസിന്റെ ഏരിയാസിന്റെ സമ്മ് ഈ ട്രയാങ്കിൾ ABCയുടെ, ഈ ത്രികോണം ABCയുടെ പരപ്പളവിന് തുല്യമാണ് എന്നാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. പറയാൻ സൗകര്യത്തിനായിട്ട് നമുക്ക് ഈ പരപ്പളവുകൾക്ക് പേര് കൊടുക്കാം. ഈ മട്ടത്രികോണത്തിന്റെ പരപ്പളവിനെ നമുക്ക് ക്യാപിറ്റൽ A എന്നും, ഈ നീല നിറത്തിലുള്ള ഈ ചന്ദ്രക്കല ക്രസന്റിന്റെ ഏരിയ സ്മോൾ ലെറ്റർ A എന്നും, ഈ റെഡ് കളറിലുള്ള ഈ ചുവന്ന കളറിലുള്ള ചന്ദ്രക്കലയുടെ ക്രസന്റിന്റെ ഏരിയ സ്മോൾ ലെറ്റർ B എന്ന് എടുക്കാം. ഇനി ഇതിന് രണ്ടിനും പൊതുവായിട്ടുള്ള ഈ ഒരു ഏരിയ X എന്നും, ഇതിന് രണ്ടിനും പൊതുവായിട്ടുള്ള ഈ ഒരു ഏരിയ Y എന്നും എടുക്കാം. മട്ടത്രികോണം ABCയുടെ ഏരിയയാണ്, പരപ്പളവാണ് ക്യാപിറ്റൽ A എന്ന് പേര് കൊടുത്തിട്ടുള്ളത്. ഈ ചന്ദ്രക്കലയുടെ ക്രസന്റിന്റെ
പരപ്പളവ് ഏരിയ സ്മോൾ ലെറ്റർ എ എന്നും ഈ ക്രസന്റ് ചന്ദ്രകലയുടെ പരപ്പളവ് ഏരിയ സ്മോൾ ലെറ്റർ ബി എന്നാണ് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത്. പൊതുവായിട്ടുള്ള ഈ ഒരു ഭാഗത്തിന്റെ ഏരിയ എക്സും ഇവിടെ പൊതുവായിട്ടുള്ള ഈ ഒരു ഭാഗത്തിന്റെ ഏരിയ വൈ എന്നും പേര് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ തെളിയിച്ചത് ഈ രണ്ട് അർദ്ധവൃത്തങ്ങളുടെയും പരപ്പളവുകളുടെ ഏരിയാസിന്റെ സം എന്നുള്ളത് ഈ എ ബി വ്യാസമായ വലിയ അർദ്ധവൃത്തത്തിന്റെ പരപ്പളവിന് തുല്യമാണ് എന്നുള്ളതാണ്. ഈ വലിയ അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഈ ത്രികോണത്തിന്റെ പരപ്പളവ് പ്ലസ് ഈ കോമൺ ആയിട്ടുള്ള ഈ ഒരു എക്സ് പ്ലസ് ഇതിൽ കോമൺ ആയിട്ടുള്ള വൈ, ഇത് മൂന്നും കൂടെ ചേർന്നതാണ് എ ബി വ്യാസമായ അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ്. അതൊന്ന് നമുക്ക് എഴുതാം. എ പ്ലസ് എക്സ് പ്ലസ് വൈ, ഇതാണ് എ ബി വ്യാസമായ അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ്. അത് സമം എ സി വ്യാസമായ അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ്. ഈ ഒരു ചന്ദ്രകലയ്ക്ക് നമ്മൾ എ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. എ പ്ലസ് ഇതിന് രണ്ടിലും പൊതുവായിട്ടുള്ള ഈ ഒരു ഭാഗം എക്സ്. ഈ അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് ഈ ചന്ദ്രകലയ്ക്ക് ബി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തിന്റെ ഏരിയയ്ക്ക് വൈ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എ പ്ലസ് എക്സ് പ്ലസ് വൈ സമം എ പ്ലസ് എക്സ് പ്ലസ് ബി പ്ലസ് വൈ. ഇനി നോക്കുക, ഈ എക്സ് എന്നുള്ളത് സമത്തിന്റെ ഇരുവശത്തുണ്ട്. അപ്പൊ എക്സ് സമത്തിന്റെ ഇരുവശത്തും കൂട്ടുമ്പോൾ ഇത് തുല്യമാണെങ്കിൽ എക്സ് ഇല്ലാതെയും ഇത് തുല്യമാവണം. അതുകൊണ്ട് നമുക്ക് എക്സ് ക്യാൻസൽ ചെയ്യാം. അതുപോലെ വൈ എന്നുള്ളതും സമത്തിന്റെ ഇരുവശത്തുണ്ട്. അപ്പൊ വൈ ഇല്ലാതെയും അത് തുല്യമാവും. അപ്പൊ ബാക്കി എ സമം എ പ്ലസ് ബി. എ എന്നുള്ളത് ഈ ത്രികോണത്തിന്റെ പരപ്പളവാണ്. ഈ സ്മോൾ ലെറ്റർ എ എന്നുള്ളത് ഈ ചന്ദ്രകലയുടെ പരപ്പളവാണ്. ഈ സ്മോൾ ലെറ്റർ ബി എന്നുള്ളത് ഈ ചന്ദ്രകലയുടെ പരപ്പളവാണ്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ രണ്ട് ചന്ദ്രകലകളുടെ പരപ്പളവുകളുടെ തുക എന്നുള്ളത് ഈ ത്രികോണത്തിന്റെ പരപ്പളവാണ്. Therefore, ത്രികോണത്തിന്റെ പരപ്പളവ് ചന്ദ്രകലകളുടെ പരപ്പളവുകളുടെ തുകയ്ക്ക് തുല്യമാണ്. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ ഏരിയ ഓഫ് ദ ക്രസൻസ്.